നമസ്കാരം. കണ്ണൂർ അതിരപ്പള്ളിയിലെ കണ്ണൻകുടിയിലുള്ള കാസാറിയോ റിസോർട്ടിലെ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആലക്കോട് ഉദയഗിരി സ്വദേശിനി ഐശ്വര്യയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. യുവതിയുടെ മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം സ്വദേശത്തേക്ക് എത്തിച്ചു. തുടർന്ന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഐശ്വര്യയുടെ മരണവാർത്തയറിഞ്ഞ് ബന്ധുക്കൾ അപ്പോൾ തന്നെ രാത്രി അതിരപ്പള്ളിയിലേക്ക് പോയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കും രാത്രി 7:30-ക്കും ഇടയിലുള്ള സമയത്താണ് താമസിക്കുന്ന മുറിയിലെ ഹുക്കിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ഐശ്വര്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ റിസോർട്ട് ജീവനക്കാർ കെട്ടറുത്ത് ചാലക്കുടിയിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ജൂൺ 19-നാണ് ഐശ്വര്യ ഇവിടെ ജോലിക്ക് ചേർന്നത്. മൂക്കിൽ നിന്ന് രക്തം വരുന്ന അസുഖമുള്ള ഐശ്വര്യ അതിൻ്റെ മനോവിഷമം കാരണം ജീവനൊടുക്കിയതാണ് എന്നാണ് സൂചനകൾ. കാസർഗോഡ് മുന്നാട് ബേടകം സ്വദേശിനിയും കൂട്ടുകാരിയുമായ കീർത്തിയാണ് പോലീസിന് ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിരപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മരിച്ച ഐശ്വര്യയ്ക്ക് 2 സഹോദരങ്ങളാണ് ഉള്ളത്.